നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. ഒന്നാം ഇന്നിംഗ്സിൽ പ്രതീക്ഷിച്ച ബാറ്റിംഗ് പ്രകടനം നടത്താൻ ഇന്ത്യക്കായിട്ടില്ല. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ അവസരത്തിനൊത്ത് ഉയർന്നില്ലെന്നതാണ് വസ്തുത. രോഹിത് ശർമ്മയും KL രാഹുലും വലിയ സ്കോറിലേക്ക് ഉയരാതിരുന്ന സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയുടെയും യശസ്വി ജയ്സ്വാളിന്റെയും കൂട്ടുകെട്ടിലായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ. ജയ്സ്വാൾ 82 റൺസുമായി നിൽക്കവേ റൺഔട്ട് ആയാണ് പുറത്തായത്. 118 പന്ത് നേരിട്ട് 11 ഫോറും 1 സിക്സും നേടിയ ജയ്സ്വാൾ വിരാട് കോഹ്ലിയുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്ന് റൺഔട്ട് ആവുകയായിരുന്നു. മൂന്നാം ദിനത്തിൽ ഇന്ത്യയുടെ എല്ലാ കണ്ണുകളും ഋഷഭ് പന്തിലേക്കായിരുന്നു. കഴിഞ്ഞ 2 തവണയും ഇന്ത്യയുടെ രക്ഷകനായി മാറാൻ ഋഷഭിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഋഷഭിൽ നിന്ന് അത്ഭുത പ്രകടനമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന ഷോട്ട് കളിച്ചാണ് ഋഷഭ് പന്ത് വിക്കറ്റ് നഷ്ടമാക്കിയിരിക്കുന്നത്. താരത്തിന്റെ സിഗ്നേച്ചർ ഷോട്ട് കെണിയിൽ തന്നെ ഋഷഭിനെ പൂട്ടുകയായിരുന്നുവെന്ന് പറയാം. മോശം ഷോട്ടിന് ശ്രമിച്ചാണ് ഋഷഭ് പുറത്തായത്. ഇപ്പോഴിതാ ഋഷഭിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. ഇന്ത്യയുടെ 5 വിക്കറ്റുകൾ നഷ്ടമായ സാഹചര്യത്തിലാണ് മൂന്നാം ദിനം ടീം ബാറ്റിംഗ് ആരംഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ. ഭേദപ്പെട്ട രീതിയിൽ തുടങ്ങാനും ഋഷഭ് പന്തിന് സാധിച്ചു. എന്നാൽ പിന്നീട് ഋഷഭ് മോശം ഷോട്ട് കളിച്ചാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്. സ്കോട്ട് ബോളണ്ടിന്റെ പന്തിൽ ആദ്യം തന്റെ സിഗ്നേച്ചർ ഷോട്ടിന് ശ്രമിച്ച ഋഷഭിന് ടൈമിംഗ് പിഴച്ചിരുന്നു. ഈ പന്ത് ഋഷഭിന്റെ വയറിലാണ് കൊണ്ടത്. ഇതോടെ ഋഷഭ് നിലത്തു വീഴുകയും ചെയ്തു. പിന്നാലെ തന്നെ വീണ്ടും ഇതേ ഷോട്ടിന് ശ്രമിച്ചാണ് ഋഷഭ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്. അനാവശ്യ ഷോട്ടായിരുന്നു ഇതെന്ന് പറയാം. ഋഷഭ് ഇത്തരം ഷോട്ടുകൾ കളിക്കുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ 2 തവണയും താരം റൺസ് ഉയർത്തിയതും ഇതേ ഷോട്ടുകൾ കളിച്ചാണ്. എന്നാൽ ഇത്തവണത്തെ സാഹചര്യവും മത്സരത്തിന്റെ അവസ്ഥയും പരിഗണിക്കാതെ സാഹസിക ഷോട്ട് കളിച്ച് പുറത്തായത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ കൃത്യമായി പദ്ധതി ഓസ്ട്രേലിയക്കുണ്ടായിരുന്നു. ഋഷഭ് പന്തിൽ നിന്ന് ഇത്തരത്തിൽ ഷോട്ട് പ്രതീക്ഷിച്ചിരുന്ന ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് കൃത്യമായി ഫീൽഡറെ വിന്യസിച്ചു. ഋഷഭിന്റെ സ്കൂപ്പ് ഷോട്ട് ശ്രമം മുന്നിൽ കണ്ട് കൃത്യമായി ഫീൽഡറെ നിർത്തിയ കമ്മിൻസിന് തെറ്റിയില്ല. ഡീപ് തേർഡിൽ നിന്ന് നഥാൻ ലയണിന്റെ കൈയിലേക്ക് കൃത്യമായി പന്ത് എത്തുകയായിരുന്നു. ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസിന്റെ തന്ത്രം ഫലം കാണാനായത്. ഈ കെണിയിൽ കൃത്യമായി ഋഷഭ് പന്ത് വീഴുകയും ചെയ്തു. ഓസീസ് ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിക്കറ്റ് ആയിരുന്നു ഇത്. ഋഷഭ് പന്തിന്റെ വിക്കറ്റ് വീണതോടെ ഓസ്ട്രേലിയയുടെ പോരാട്ട വീര്യം കൂടുതൽ ഉയരുകയും ചെയ്തു. ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന വിക്കറ്റായി ഇത് മാറി. ഋഷഭ് പന്തിന് പഴയ മികവ് കാട്ടാനാവാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മെൽബൺ ടെസ്റ്റിലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അവസരത്തിനൊത്ത് ഉയർന്നില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ബോക്സിംഗ് ഡേയിൽ ജയിച്ച് കയറുക എന്നത് വളരെ കടുപ്പമാണെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഇത് തിരിച്ചടിയാവുന്നത്. ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ തോറ്റാൽ ഇന്ത്യക്ക് ഇനി ഫൈനൽ പ്രതീക്ഷ വേണ്ട. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ വിലയിരുത്താം.